പ്രധാനമായും സാമ്പത്തിക പ്രതിസന്ധിയും കടബാധ്യതയുമാണ്. പുതിയ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി സംസ്ഥാനത്തിന് ദുർബലമായ ധനസ്ഥിതി തന്നെയാണ്. എന്തായാലും ഒരു സർക്കാർ ഇറങ്ങുന്നു, അടുത്ത സർക്കാർ അധികാരമേൽക്കുന്നു. ധനസ്ഥിതിയെ സംബന്ധിച്ച് കൃത്യമായ വ്യക്തമായ ചില വിവരങ്ങൾ എന്തായാലും പുറത്തു വരേണ്ടതുണ്ട്. പുതിയ സർക്കാർ ഇക്കാര്യത്തിൽ ചില നയസമീപനങ്ങൾ അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയേക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കേരളം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്തൊക്കെയാണ് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഉയർന്ന പൊതുകടം വലിയൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ഒപ്പം വർദ്ധിച്ചു വരുന്ന റവന്യൂ ഡെഫിസിറ്റ് നിൽക്കുന്നു. പിന്നെ ശമ്പള പെൻഷൻ ബാധ്യതകൾ നിൽക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകേണ്ടതുണ്ട്. ഒപ്പം വൻതുക പെൻഷൻ ഇനത്തിൽ നൽകാനുണ്ട്. ഇതൊക്കെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ബാധ്യതകളായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തെ പോലെ കൂടുതൽ വികസന പദ്ധതികളിലേക്ക് മുൻതൂക്കം കൊടുത്ത് കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നതിൻ്റെ ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള ബാധ്യതകൾ, ശമ്പള പെൻഷൻ ബാധ്യതകൾ നിലനിൽക്കുന്നതാണ്. പക്ഷേ ഇത് കൊടുക്കുക തന്നെ വേണം. ഇതിന് പണം കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അതിൻ്റെയൊക്കെ വിശദമായി വരികയും ചെയ്യാം. പലിശ തിരിച്ചടയ്ക്കുന്നതിനുള്ള വലിയ സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട്. കേരളം പല ഇനത്തിൽ പണം കടമെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പലിശ തിരിച്ചടയ്ക്കേണ്ടതായ സമ്മർദ്ദം നിലനിൽക്കുന്നു. ഒപ്പം സബ്സിഡി മൂലമുള്ള ചെലവുകളുടെ വർധന, പല ഇനത്തിൽ സർക്കാർ സബ്സിഡി അനുവദിക്കുന്നു. ഈ സബ്സിഡി തീർച്ചയായും സർക്കാർ നൽകുന്നതാണ്. അതിന് വലിയ ചെലവ് വരും. ഇതൊക്കെ കണ്ടെത്തുക വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. സർക്കാരിൻ്റെ വരുമാനത്തിന് വലിയൊരു പങ്കും പോകുന്നത് ഇത്തരത്തിലൊക്കെയാണ്. നമുക്ക് നോക്കാം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളങ്ങൾ, ഒപ്പം പെൻഷനുകൾ, ക്ഷേമ പെൻഷനുകൾ, പലിശ തിരിച്ചടവുകൾ, ഇതാണ് സൂചിപ്പിച്ച കാര്യങ്ങൾ. ഒപ്പം സബ്സിഡികൾ നൽകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം. ഈ ആവശ്യങ്ങൾ പണം ചെലവാകുന്നതിനാൽ പുതിയ വികസന പദ്ധതികൾക്ക് സാമ്പത്തിക ഇടം കുറവാണ്. ഇതാണ് നിലനിൽക്കുന്ന പ്രശ്നം. നിലവിലുള്ള ഇത്തരത്തിലുള്ള പെൻഷനും ആനുകൂല്യങ്ങളും സബ്സിഡികളുമൊക്കെ നൽകി വരുമ്പോൾ പുതിയ വികസന പദ്ധതികൾക്ക് എങ്ങനെ പണം കണ്ടെത്തും? വലിയൊരു ചോദ്യമാണ് ഉയരുന്നത്.